guys, welcome back to my channel. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് വാട്ടർ കളറും പിന്നെ ബോക്സിൻ്റെ ഒക്കെ റിവ്യൂ പോലെ. അപ്പോൾ ആ സാധനങ്ങളും പിന്നെ അതിന് മുമ്പ് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് ചെയ്ത ഒരു ആർട്ട് ബുക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് തന്നെ ഒരു ബ്ലൂയിഷ് പേജാണ് ഗൈസ്. ഫസ്റ്റ് നമ്മളിവിടെ 4 ബ്ലൂ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ 4 ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. പേപ്പറല്ല, വാഷിംഗ് ടേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറിൽ ഒരു അക്ഷരം ഉണ്ട്, വി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലിറ്റർ വെച്ചിട്ട് ബ്ലൂ എഴുതിയിട്ടുണ്ട്. അതിന് ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു അമീബ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 സൈഡിലും 4 ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലിറ്റർ വെച്ചിട്ട് വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പേജ് ആണല്ലോ, അതുകൊണ്ടാണ് വെൽക്കം എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൂ പേർപ്പിൾ അങ്ങനത്തെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡബിൾ സൈഡിൽ 5 പേർപ്പിൾ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറുതായിട്ടൊന്ന് ഗ്ലിറ്ററൊക്കെ തൂവി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ പേജ്. ഓക്കെ, നമ്മുടെ അടുത്ത പേജ് ഒരു പിങ്ക് കളർ പേജാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു 2 സൈഡിൽ മാത്രമായിട്ട് പിങ്ക് വാഷിംഗ് ടേപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിങ്ക് അക്ഷരം K കൊടുത്തിട്ടുണ്ട്. അതിന് 2 സൈഡിലും 2 ഹാർട്ട്സ് പിങ്ക് കളറിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പിങ്ക് എന്ന് എഴുതിയതായിരുന്നു, അത് കുളമായതുകൊണ്ട് ഞാൻ എൻ്റെ പുറത്ത് അത് മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷിംഗ് ടേപ്പ് വെച്ചിട്ട് 3 സൈഡിൽ, അതായത് ഇവിടെ 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 അങ്ങനത്തെ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ആ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഗ്ലിറ്റർ വെച്ചിട്ട് ഹാർട്ടും അതിന് നടുവിലൊരു ഫ്ലവറും ബ്ലാക്ക് ഔട്ട്ലൈനും ഒക്കെ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഡബിൾ സൈഡിൽ ജിഗിനെ മൊത്തമാക്കിയിട്ട് അതിന് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് പിന്നെ 4 പിങ്ക് ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയതാണ്. ഇത് നെട്ടും ഇതിൻ്റെ സൈഡിൽ വരേണ്ട പൂവാണിത്, അത് ജസ്റ്റ് ഒന്ന് കുളമായി പോയി. പിന്നെ ഇതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് പേജ്. അടുത്തതെന്ന് പറയുന്നത് ഒരു ഓറഞ്ച് പേജാണ്. അത് നമ്മൾ നേരത്തെ പോലെ തന്നെ ഗ്ലിറ്റർ വെച്ചിട്ട് ഓറഞ്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു വലിയ ഫ്ലവർ കൊടുത്തു. പിന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ പോലെ ഇവിടെ ഒരു കുഞ്ഞി ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ബുക്ക് പോലെയാണ് ചെയ്തത്. അതിങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ചരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു പൂ പോലെ തോന്നും. അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു സൂര്യകാന്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ 3 ഡോട്ട്സ്, ഇങ്ങനെ ഓറഞ്ച് ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡോട്ടുള്ള പ്ലേസ്. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഫ്ലവർ അതിൻ്റെ ഞെട്ട് വെട്ടിയിട്ട് അത് മാത്രമായിട്ട് വെച്ചിട്ട് ഇത് അതിൻ്റെ നടുക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ജിഗിനയിൽ ഇത് അറിയാതെ വന്നു പോയതാണ്, അത് നമ്മളൊരു ഷേപ്പ് ആക്കി വെച്ചിട്ട് അത് മായ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ ഡോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു കുഞ്ഞ് സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റോസാ പൂ കൊടുത്തിട്ടുണ്ട്. 3 റെഡ് ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്കെച്ച് പെൻ വെച്ചിട്ട് കുഞ്ഞു ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്ന ഒരു ഗ്രീൻ പേജാണ്. അത് നമ്മൾ ഗ്ലിറ്റർ വെച്ചിട്ട് ഗ്രീൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഗ്രീൻ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ള പൂക്കൾ വെച്ചിട്ടുണ്ട്. ഈ ഗ്രീനിൻ്റെ അടുത്ത് ഈ വെള്ള വരുമ്പോൾ നല്ല ഭംഗി. പിന്നെ ഇവിടെ നമ്മളൊരു റോസാപ്പൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ പോലെയാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് നമുക്കൊരു യെല്ലോയിഷ് പേജാണുള്ളത്. ഇത് നമ്മൾ ഗ്ലിറ്റർ ഇനി തൊട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മൾ പ്യുവറായിട്ട് യെല്ലോ എന്ന് സ്കെച്ച് പെൻ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു അമീബ ഷേപ്പ് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഇവിടെ കൊടുത്തു. അതിൽ യെല്ലോ ഫ്ലവർ, യെല്ലോ ഡോട്ട്, യെല്ലോ ഫ്ലവർ, ബാക്കി നമ്മൾ ചെയ്ത ആർട്ട് വർക്ക്സ് ഒക്കെ ഇനി അടുത്ത പാർട്ട് 2 കാണാം. ടാറ്റാ.